അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് സൾഫർ. ആ മെത്തേഡും കാറിയസ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് വെയിറ്റ് എടുക്കാം. അത് W എന്നിരിക്കട്ടെ. ഈ ഓർഗാനിക് കോമ്പൗണ്ട് ആരുണ്ട്? സൾഫർ ഉണ്ടെന്നിരിക്കട്ടെ. സൾഫറിനെ എസ്റ്റിമേറ്റ് ചെയ്യില്ല. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്തുണ്ടാവും? സൾഫർ ഉണ്ടാവും. അപ്പോൾ സൾഫർ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ട് അതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യിക്കുക. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള സൾഫർ കംപ്ലീറ്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറ്റുക. എന്നിട്ട് മാറും സൾഫ്യൂരിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുക. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിച്ചാൽ ഈ ബേരിയവും ഇവിടുത്തെ ബേരിയം അയോണും സൾഫേറ്റ് അയോണോട് ചേർന്ന് ഒരു പ്രസിപ്പിറ്റേഷൻ നടക്കും. ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ ഈ പ്രസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് തന്നെ വെയിറ്റ് എടുക്കാമല്ലോ. ആ വെയിറ്റ് X ഗ്രാം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബേരിയം സൾഫേറ്റിൻ്റെ വെയിറ്റിൽ നിന്ന് സൾഫറിനെ എസ്റ്റിമേറ്റ് ചെയ്യാമല്ലോ. കാരണം എന്താ? ഈ ഓർഗാനിക് കോമ്പൗണ്ടിലെ സൾഫർ പൂർണ്ണമായി എന്താക്കി മാറ്റി? ബേരിയം സൾഫേറ്റ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. ഇനി നമുക്ക് എങ്ങനെയാണ് സൾഫറിൻ്റെ വെയിറ്റ് ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്രയാണെന്ന് മനസ്സിലാവുക? ഈ സൾഫർ എത്രയുണ്ടോ ഓർഗാനിക് കോമ്പൗണ്ടിൽ അതിനെ പൂർണ്ണമായി നമ്മൾ എന്താക്കി മാറ്റി? അവസാനം ആദ്യം സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റി, എന്നിട്ട് ബേരിയം ക്ലോറൈഡ് ചേർത്തിട്ട് ബേരിയം സൾഫേറ്റ് ആക്കി മാറി. അപ്പോൾ ഇവിടെ എത്ര സൾഫർ ഉണ്ടോ അത്രയും സൾഫർ എന്തായി മാറി? ബേരിയം സൾഫേറ്റായി. അപ്പോൾ ബേരിയം സൾഫേറ്റിൽ സൾഫർ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് ഓർഗാനിക് കോമ്പൗണ്ടിലെ സൾഫറിൻ്റെ വെയിറ്റ്. ഇപ്പോൾ ബേരിയം സൾഫേറ്റിൽ സൾഫർ എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്താണ്? മോളിക്കുലർ മാസ് ഓഫ് ബേരിയം സൾഫേറ്റ്. അതിൽ ഒരു സൾഫറുണ്ട്, അറ്റോമിക് മാസ് ഓഫ് സൾഫർ. അങ്ങനെയാണെങ്കിൽ ഉണ്ടായ X ഗ്രാമിന് എത്ര? ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് സൾഫർ എത്ര? 32. കാരണം ഒരു ബേരിയം സൾഫേറ്റിൽ ഒരു സൾഫറേ ഉള്ളൂ. അപ്പോൾ 32 ഡിവൈഡ് ബൈ ബേരിയം സൾഫേറ്റിൻ്റെ മോളിക്കുലർ മാസ്. ഒരു ബേരിയത്തിൻ്റെയും ഒരു സൾഫറിൻ്റെയും 4 ഓക്സിജൻ്റെയും മാസ് കൂട്ടിയെടുക്കുമ്പോൾ 233 എന്ന് കിട്ടും. ഇൻറ്റു X ഡിവൈഡഡ് ബൈ W ഇൻറ്റു 100. ദിസ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സൾഫർ. അപ്പോൾ സൾഫറിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് ഈ Xൻ്റെ വാല്യൂം തരും, Wയുടെ വാല്യൂം തരും. X എന്താണ്? വെയിറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഫോം ഉണ്ടായ ബേരിയം സൾഫേറ്റിൻ്റെ വെയിറ്റാണ്, അതവിടെ കൊടുക്കുക. W എന്ന് പറയുന്നതാണ് വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇത് തന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെർസെൻറ്റേജ് ഓഫ് സൾഫർ കണ്ടുപിടിക്കാം. ഓക്കെ.